ഒരാൾ പ്രലോഭിപ്പിക്കപ്പെടുന്നത് ഏകാന്തതയിലാണ് എന്നുള്ളതാണ് മരുഭൂമിയിലെ പ്രലോഭനം നമുക്ക് പറഞ്ഞു തരുന്നത്. ക്രിസ്തു ഒരു ഏകാന്ത വിജനമായ മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നു. പക്ഷെ അവിടെ ക്രിസ്തു പ്രലോഭിപ്പിക്കപ്പെടുന്നു. പക്ഷെ ഈ പ്രലോഭനങ്ങൾ ഓരോന്നും ക്രിസ്തു നേരിടുന്നത് പിതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും. എന്ന് പറഞ്ഞാൽ ക്രിസ്തു അവിടെ ഒറ്റയ്ക്കല്ല. മരുഭൂമിയിൽ ക്രിസ്തു ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ ഹൃദയം നിറയെ വചനമാണ്. വചനത്തിന്റെ ആത്മശക്തിയിലാണ്, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയിലാണ്. എന്നെ ആരാധിച്ചാൽ നിനക്കെല്ലാം ലഭിക്കും. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ക്രിസ്തുവിന്റെ ഓർമ്മയിൽ സജീവമായി നിൽക്കുകയാണ് ദൈവം. മാത്രമല്ല, ക്രിസ്തു ആ ഏകാന്ത പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പമാണ്. പക്ഷെ നമ്മൾ ആൾക്കൂട്ടത്തിൽ പോലും ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രലോഭനങ്ങൾക്കും ഇരയായി പോകുന്നത്. പ്രലോഭനങ്ങൾക്ക് ശേഷമുള്ള പാപവും പാപത്തിന് ശേഷമുള്ള കൊമ്പസാരവും കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രലോഭനം, പാപം, കൊമ്പസാരം. പ്രലോഭനം, പാപം, കൊമ്പസാരം. കാരണം എല്ലാ ആൾക്കൂട്ടങ്ങളിലും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കും. ക്രിസ്തു എങ്ങനെ അതിനെ അതിജീവിച്ചു? അത് വളരെ വ്യക്തമായി ക്രിസ്തു പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടുപോകും, എങ്കിലും ഞാൻ ഏകനല്ല, കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഈ ആത്മവിശ്വാസവും ഈ യാഥാർത്ഥ്യവുമാണ് നമ്മുടെ ജീവിതത്തിലില്ലാതെ. നമ്മൾ ആൾക്കൂട്ടങ്ങളിൽ ധ്യാനിക്കുന്നു, എന്നിട്ട് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. നമ്മൾ ആൾക്കൂട്ടങ്ങളിൽ ബലിയർപ്പിക്കുന്നു, എന്നിട്ട് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. ചുറ്റുമുള്ളതൊക്കെ ബന്ധുക്കളും മിത്രങ്ങളും. എന്നിട്ടും നമ്മൾ സങ്കടപ്പെടുന്നു, നിരാശയിലാണ്. നമുക്ക് ആത്മസംഘർഷങ്ങൾ ഉണ്ടാകും, മനസ്സ് കലുഷിതമാകും, പ്രലോഭനത്തിനിരയാകും. ജീവിതം ഇങ്ങനെ തകർന്നു പോകും. ഈ സമയങ്ങളിലെല്ലാം വീണ്ടും വീണ്ടും നമ്മൾ ആൾക്കൂട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. എപ്പോഴും ചുറ്റും ആൾക്കൂട്ടം, പക്ഷേ ഏകാന്തതയും. ഈ ഏകാന്തത നമുക്ക് നഷ്ടമാകും, അല്ലെങ്കിൽ ഈ ഏകാന്തതയുടെ നൊമ്പരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നത് ഉള്ളിലെ ഒരാളെ കണ്ടെത്തുമ്പോഴാണ്. യോഹന്നാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽക്കും. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് പറയണം, നിങ്ങൾ കാണാത്ത ഒരുവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ളവനിലേക്ക് നിങ്ങൾ നോക്കാത്തതുകൊണ്ട്, അവനെ തന്നെ നോക്കിയിരിക്കാത്തത്, ആ സ്വരം കേൾക്കാത്തത് കൊണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്കാകാതിരിക്കാനൊരു കാലമാണ്. പത്രോസിനോട് ഈശോ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? അവൻ തുടരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ക്രിസ്തു തിരികെ സ്നേഹിക്കുന്നു എന്ന് പറയാത്തത് എന്തേ എന്നുകൂടെ ചിന്തിച്ചു പോകും. ഒരു വട്ടമെങ്കിലും ക്രിസ്തുവും തിരിച്ചു പറയട്ടെ, ഞാനും നിന്നെ സ്നേഹിക്കുന്നു. ക്രിസ്തു മൗനമായി കേട്ടു നിൽക്കും. കാരണം ഒരുപക്ഷെ ക്രിസ്തുവിന് പറയാനുള്ളത് അതിനും അപ്പുറത്താണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഞാനും നീയുമില്ലല്ലോ, നമ്മൾ ഒന്നാണ്. ഇതാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മളും പറയാൻ ആഗ്രഹിക്കും, ഉള്ളിലേക്ക് നോക്കി, നമ്മൾ ഒന്നാണ്. നിങ്ങളെല്ലാവരും ഉണ്ടായിക്കൊള്ളട്ടെ, എല്ലാവരും വിട്ടുപോയിക്കൊള്ളട്ടെ, എങ്കിലും ഒരു പ്രലോഭനത്തിലും ഞാൻ നഷ്ടപ്പെടില്ല. കാരണം ഞാൻ ഏകനല്ല. കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഏകനാകാതിരിക്കാൻ, രണ്ടുപേർ ചേർന്ന് മാത്രം ഒന്നായി നിൽക്കാൻ ഒരു നല്ല കാലം. നന്ദി.